ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അനിച്ചേട്ടൻ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അമ്മ മീനച്ചാർ ഉണ്ടാക്കുകയാണ്. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും അമ്മ ഇതുപോലെ മീനച്ചാർ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ട്യൂണ ഫിഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ അച്ചാറിന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ അവർ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് തരും. ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും പരട്ടി വെക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നല്ല കോക്കനട്ട് ഓയിലാണ് നമ്മൾ മീൻ വറുത്തെടുക്കാൻ പോകുന്നത്. അത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്തിട്ട് 250 ഗ്രാം വീതം ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളക്, വേപ്പില എല്ലാം വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 5-6 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായി മൂത്ത് വരുമ്പോൾ ഒരു 150 ml വിനാഗിരി അതിലേക്ക് ഒഴിക്കണം. നമ്മളിവിടെ ഒരു ചെറിയ ഗ്ലാസ് കൊണ്ട് 1.5 ഗ്ലാസ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ കറക്റ്റ് അളവ് പറയുമ്പോൾ ഒരു 150 ml. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷിനെ ഈ കൂട്ടിലേക്ക് ചേർത്ത് ഇളക്കുകയാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പ്, ഈ ഫിഷിനെ ആ മിക്സിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് തന്നെ ഇളക്കണം കേട്ടോ. പിന്നെ വെള്ളം വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ അച്ചാറിലേക്ക് വെള്ളം എങ്ങനെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിൽ മൂടി വെക്കാതെ തുറന്നു വെക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ മൂടി വെക്കാൻ പാടുള്ളൂ. ചൂടോട് കൂടെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവി വെള്ളം ആ മൂടിമെന്ന് താഴേക്ക് വീണിട്ട് നമ്മുടെ അച്ചാർ കേടാവും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീട്ടിലൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.